എന്നും പഠിച്ച നൃത്തം അല്ലെങ്കിൽ അതിലെ നൃത്ത മുദ്രകൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമാണ്. മിക്ക ദിവസങ്ങളും സമയം കിട്ടാറില്ല. പക്ഷേ കിട്ടുന്ന സമയങ്ങളൊക്കെ ഞാൻ ആദ്യം ഡാൻസിൻ്റെ മുദ്രകൾ പ്രാക്ടീസ് ചെയ്യും. അത് എത്രമാത്രം വീണ്ടും വീണ്ടും ചെയ്യാമോ അത്രയും ചെയ്ത് കൈക്ക് നല്ല ബലം കൊടുത്ത് നല്ല സ്റ്റിഫായിട്ട് പിടിച്ച് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ എന്താ പറയുക, ബോഡി പോസ്ചർ പോലെ തന്നെയാണ് കൈയുടെ മൂവ്മെൻറ്റ്സും അതിൻ്റെ ഭംഗി ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ശ്രീദേവി ടീച്ചർ, എൻ്റെ ഡാൻസ് ടീച്ചർ എപ്പോഴും പറഞ്ഞൊരു കാര്യമായിരുന്നു, കണ്ണിൻ്റെ എക്സസൈസസ്, കൈയുടെ എക്സസൈസിനൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന മുദ്രകൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. ഡാൻസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഹോൾ ബോഡിക്ക് കിട്ടുന്ന ഒരു നല്ല എക്സ്പോസ്ചറാണ്, ബോഡിക്ക് കിട്ടുന്ന ഒരു നല്ല എക്സസൈസ് കൂടിയാണ്. അപ്പം നമുക്കറിയാവുന്ന എല്ലാ മുദ്രകളായാലും അതിപ്പോൾ അടവുകളായാലും നമ്മൾ കിട്ടുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പോൾ ഡാൻസ് പഠിക്കാൻ ഒത്തിരി നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓൺലൈനായിട്ടൊക്കെ പഠിക്കാം. ഭരതനാട്യം, മോഹിനിയാട്ടമൊക്കെ നമുക്ക് പഠിക്കാൻ അവസരങ്ങൾ കിട്ടിയാൽ പഠിക്കുക. പ്രായം അതിനൊരു ലിമിറ്റല്ല. ഏത് പ്രായത്തിലും എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ മുദ്രകളൊക്കെ ഇങ്ങനെ നല്ല ചൊല്ലി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. എന്താ പറയുന്നത്, മനസ്സിനൊരു ഭയങ്കര സന്തോഷമായിരിക്കും. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡായിട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഒന്നുകിൽ നല്ല ക്ലാസിക്കൽ ഡാൻസുകൾ കാണും, ഇല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച മുദ്രകൾ, ഡാൻസിൻ്റെ അടവുകൾ, നാട്ടടവ്, തട്ടടവ്, കുതിത്തുമെട്ടടവ്, ഇതൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കാറുണ്ട്. നമുക്ക് സ്റ്റേജിൽ പെട്ടെന്ന് കയറി പെർഫോം ചെയ്യാൻ പറ്റില്ല. നിരന്തരമായ പ്രാക്ടീസാണ് നമ്മളെ അതിന് സഹായിക്കുന്നത്. അപ്പം ഡാൻസ് അറിയാവുന്നവരും പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഡാൻസ് പഠിക്കുക. മനസ്സ് നല്ല സന്തോഷമായിട്ട് വെക്കുക കേട്ടോ.